ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്, അതായത് ഡിമാൻഡിൻ്റെ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ചില അസംഷൻസ് പ്രകാരം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ് വർക്കൗട്ട് ആവുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു അല്ലേ. അതായത് ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം കോൺസ്റ്റൻ്റായി നിൽക്കണം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ചേഞ്ച് വരാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതെല്ലാം റൈറ്റായി വന്നാൽ മാത്രമേ ഈ ലോ ഓഫ് ഡിമാൻഡ് വർക്കൗട്ട് ആവുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, പക്ഷേ ഈ ലോ ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഹെഡിങ് ഇതാണ്, എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. നോക്കൂ, നോർമലി ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സാധാരണ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, നാച്ചുറലി നമ്മുടെ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആണെന്ന് പറഞ്ഞു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്സ് ഡൗൺവേർഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ദർ ആർ സർട്ടൻ ഫ്യൂ കേസസ് ഇൻ വിച്ച് the law of demand will not hold true. In such cases, people will buy more at higher prices and less at lower prices. In such cases, the demand curve will rise upward from left to right. Such a type of demand curve is called exceptional demand curve or perverse demand curve. Okay, അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ ഒരു പ്രൈസ് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് ഹൈക്ക് ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് അത് നാച്ചുറലി കം ഡൗൺ എന്നാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ പ്രൈസ് ലോ ആവുന്ന സമയത്ത് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി ഹൈ എന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. പക്ഷേ ചില ഗുഡ്സിൻ്റെ കേസസിൽ ഈ ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു ഇൻവേഴ്സ് എഫക്റ്റ് മാത്രമായിരിക്കും സംഭവിക്കുക. അത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഹയർ പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യും, ലോവർ പ്രൈസിൽ ലോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എക്സെപ്ഷണൽ ഡിമാൻഡ് കേർവ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലോപ്സ് ഡൗൺവേർഡ് ആയിരിക്കില്ല, എന്താണ് റൈസ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഓക്കെ, അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും, സ്ലോപ്സ് ഡൗൺവേർഡ് ആയിരിക്കില്ല. ആ ഡിമാൻഡ് നമ്മളൊരു കേർവായിട്ട് വരയ്ക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫോളോയിങ് ആർ ദ എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സെപ്ഷൻസ് ആയി പറയുന്നത്. ആദ്യത്തെ, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ഇൻഫീരിയർ ഓർ ഗിഫൺ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസസിലും ഗിഫൺ ഗുഡ്സിൻ്റെ കേസസിലും നമ്മൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് വാങ്ങും. പ്രൈസ് കൂടിയാൽ കൂടുതൽ വാങ്ങാൻ പോകും. അപ്പോൾ അങ്ങനത്തെ ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൺ ഗുഡ്സ്. എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സർ റോബർട്ട് ഗിഫൺ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് sometimes people buy less quantities of commodity at a lower price and more quantity of a commodity at a higher price. അപ്പോൾ റോബർട്ട് ഗിഫൺ പറഞ്ഞ വ്യക്തി ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ സർട്ടൻ സിറ്റുവേഷൻസിൽ കോമൺ പീപ്പിൾ ഹൈ പ്രൈസിൽ ഹൈ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുകയും ലോ പ്രൈസിൽ ലോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഹി ഗേവ് എക്സാമ്പിൾ ഓഫ് ലോ പെയ്ഡ് ബ്രിട്ടീഷ് വർക്കേഴ്സ്. അദ്ദേഹം കുറച്ച് സാലറി കിട്ടുന്ന കുറച്ച് ബ്രിട്ടീഷ് വർക്കേഴ്സിൻ്റെ കേസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വ്യക്തമാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ദ ഏർലി പീരീഡ് ഓഫ് ദ 19th century in Ireland, people were so poor that they spent the major portion of their incomes on bread, that is inferior goods, and a small portion on meat, that is superior goods. അപ്പോൾ ഇദ്ദേഹം ഒരു ലോ ഇൻകം ഏണിംഗ് ആയിട്ടുള്ള കുറച്ച് ബ്രിട്ടീഷ് വർക്കേഴ്സിനെയാണ് ഇത് എക്സാമ്പിളായിട്ട് പറയുന്നത്. അയർലൻഡിൽ 19th century വർക്ക് ചെയ്തിരുന്ന കുറച്ച് പുവർ ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെ സ്പെൻഡിങ് മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, മേജർ പോർഷൻ ഓഫ് ദെയർ ഇൻകം, അവർക്ക് കിട്ടുന്ന മേജർ പോർഷൻ ഇൻകം അവർ ബ്രെഡ് വാങ്ങുന്നതിനും അതിലത്തെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ അവർ മീറ്റ് വാങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രെഡ് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ഇൻഫീരിയർ ഗുഡാണ്, മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സുപ്പീരിയർ ഗുഡാണ്. ഓക്കെ, കുറച്ച് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് എന്ന ഗുഡ്സാണ് നമ്മൾ ഈ പറഞ്ഞ മീറ്റ്. ഓക്കെ, ബ്രെഡ് വാങ്ങുന്ന അതേ ക്യാഷ് അല്ല നമുക്ക് മീറ്റ് വാങ്ങാൻ
ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ. വെൻ ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഡിക്രീസ്ഡ് ദേ ഡിഡ് നോട്ട് ബൈ മോർ ഓഫ് ഇറ്റ്. നോക്കി നോക്കൂ, എന്ന് വിചാരിച്ച് ബ്രെഡിൻ്റെ ക്യാഷ് പ്രൈസ് ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരത് കൂടുതൽ വാങ്ങി വയ്ക്കില്ല. ദേ സ്പെൻഡ് ദ സേവ്ഡ് ഇൻകം ഓൺ മീറ്റ്. അവരെന്ത് ചെയ്യും? ബ്രെഡ് അതിനേക്കാളും കുറച്ച് സേവ്ഡ് ഇൻകം അവർ മീറ്റ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. ദസ് ദെൻ ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഹാഡ് ഫോളൻ, ഇറ്റ്സ് ഡിമാൻഡ് ഹാഡ് ഫോളൻ. അപ്പോൾ പിന്നെന്താണ്? ബ്രെഡിൻ്റെ ക്യാഷ് താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡും കുറയും. സിമിലർലി വെൻ ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഹാഡ് ഇൻക്രീസ്ഡ് പീപ്പിൾ പർച്ചേസ്ഡ് മോർ ബ്രെഡ് ബിക്കോസ് മീറ്റ് വാസ് ഓൾറെഡി കോസ്റ്റ്ലി ടു ദം. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ചില ആളുകൾ എന്ത് ചെയ്യും? ഈ ബ്രെഡിൻ്റെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പർച്ചേസ് ചെയ്ത് വെക്കേണ്ടാവില്ല. കാരണം എന്താണ്? അവർക്ക് കമ്പാരിറ്റീവ്ലി ലോ പ്രൈസിൽ ബ്രെഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ സേവിങ് ഇൻകം കിട്ടുന്ന സമയത്ത് നേരെ അവർ മീറ്റ് വാങ്ങാനാണ് ഉപയോഗിക്കുക. ഓക്കെ. സിമിലർലി വെൻ ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഹാഡ് ഇൻക്രീസ്ഡ് പീപ്പിൾ പർച്ചേസ്ഡ് മോർ ബ്രെഡ് ബിക്കോസ് മീറ്റ് വാസ് ഓൾറെഡി കോസ്റ്റ്ലി ടു ദം. അപ്പോൾ സാധാരണഗതിയിൽ മീറ്റ് കോസ്റ്റ്ലിയാണ്, അവർ കിട്ടുന്ന ക്യാഷ് കൂടുതൽ ബ്രെഡ് വാങ്ങാനാണ് ഉപയോഗിക്കേണ്ടാവുക. ദ റെഡ്യൂസ്ഡ് ദെയർ എക്സ്പെൻഡിച്ചർ ഓൺ മീറ്റ് and diverted the money to purchase of more bread. This means that when the price of bread had went up, its demand had increased. നോക്കിയോക്കൂ, നമ്മൾ ബ്രെഡിൻ്റെ ക്യാഷ് പ്രൈസ് കൂടുന്ന സമയത്ത് കൂടുതൽ ബ്രെഡ് വാങ്ങി വയ്ക്കും. കാരണം ഇനിയും ഹൈക്കായി കഴിഞ്ഞാൽ കിട്ടണ്ടാവില്ല. കാരണം ബേസിക് നെസസിറ്റിയാണ് അല്ലേ. ഓൾറെഡി മീറ്റ് ഹൈ പ്രൈസിലാണെങ്കിൽ നമ്മൾ ഇനി പ്രൈസ് ഹൈക്കായി നിൽക്കുന്ന സമയത്ത് മീറ്റ് വാങ്ങാനല്ല പോവുക, ബ്രെഡ് വാങ്ങാനായി തന്നെയായിരിക്കും പോകാണ്ടാവുക. ഓക്കെ. സച്ച് ഇൻഫീരിയർ ഗുഡ്സ് ആർ കോൾഡ് ഗിഫൺ ഗുഡ്സ് ആൻഡ് ദിസ് എക്സെപ്ഷൻ ഓർ ബിഹേവിയർ ഇസ് കോൾഡ് ഗിഫൺ പാരഡോക്സ്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കൺസ്യൂമേഴ്സിൽ വരുന്ന ബിഹേവിയറിനെ പറയുന്ന പേരാണ് ഗിഫൺ പാരഡോക്സ് എന്ന്. അതായത് ഗിഫൺ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൈസ് ആൻഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഗിഫൺ ഗുഡ്സിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ആ ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുമ്പോൾ അതിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ആവുന്നു, പ്രൈസ് ഡിക്രീസ് ആവുമ്പോൾ അതിൻ്റെ ഡിമാൻഡും ഡിക്രീസ് ആവുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അതാണ് ആദ്യത്തെ എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. സാധാരണ നമ്മളൊരു ഇൻവേഴ്സ് റിലേഷനാണ്, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയുക എന്നുള്ളൊരു റിലേഷൻഷിപ്പാണ് സാധാരണ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അതിന് എക്സെപ്ഷൻ ആയിട്ടുള്ളൊരു ഗുഡാണ് ഈ ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത് ശ്രീ റോബർട്ട് ഗിഫൺ പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ പറയുന്ന പേര് ഗിഫൺ പാരഡോക്സ്. മറക്കരുത്, 1 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ. ദെൻ രണ്ടാമത്തെ പറയുന്നത് പ്രസ്റ്റീജ് ഗുഡ്സ് ആണ്. പ്രസ്റ്റീജ് ഗുഡ്സിൻ്റെ കേസിൽ ദർ ആർ സർട്ടൻ ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബിക്കോസ് ഓഫ് ദെയർ സ്റ്റാറ്റസ് വാല്യൂ. ചില ഗുഡ്സ് ഉണ്ട് നമ്മുടെ സ്റ്റാറ്റസ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വാങ്ങുന്ന ചില ഗുഡ്സ്. ഓക്കെ. അങ്ങനത്തെ ഗുഡ്സാണ് ഈ പ്രസ്റ്റീജ് ഗുഡ്സ്. Example, diamond, precious stones, etc. These are purchased by rich people to impress others and possibly themselves. As the price of such goods increases, their quantity demanded also increases. A Rolls-Royce car may be purchased by a man to advertise his wealth. A decrease in car's price may actually reduce its sales. This was found out by സർ. സോ നമുക്ക് ഈ തിയറി ഫൗണ്ട് ഔട്ട് ബൈ സർ തോസ്റ്റൻ വെബ്ലൻ, അമേരിക്കൻ എക്കണോമിസ്റ്റ്, ഇൻ ഹിസ് ഡോക്ട്രിൻ ഓഫ് കൺസീപ്ഷ്യസ് consumption. Okay, fine. Hence, this effect is called Veblen effect or disinfective. Okay, this we stopped where
ഓക്കെ. റോൾസ് റോയ്സ് കാർസ് മേ ബി പർച്ചേസ്ഡ് ബൈ എ മാൻ ടു അഡ്വർടൈസ് ഹിസ് വെൽത്ത്. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പ്രസ്റ്റീജിയസ് ഗുഡ്സ് ഒരു വ്യക്തി വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വെൽത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വയം ഇമ്പ്രസ് ചെയ്യാനോ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനോ ആയിരിക്കും നമ്മൾ പ്രസ്റ്റീജിയസ് ഗുഡ്സ് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിനുള്ള എക്സാമ്പിൾസും പറഞ്ഞിരുന്നു. ഡയമണ്ടും പ്രഷ്യസ് സ്റ്റോൺസൊക്കെ അതിനാണ് വാങ്ങുന്നതെന്നുള്ളത്. ഓക്കെ. അതാണ് പ്രസ്റ്റീജിയസ് ഗുഡ്സിനെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ തിയറി നമ്മൾ നേരത്തെ പോലെ ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൺ ഗുഡ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് റോബർട്ട് ഗിഫൺ പറഞ്ഞ പോലെ തന്നെ പ്രസ്റ്റീജിയസ് ഗുഡ്സിനെ കുറിച്ച് പറയുന്നത് ശ്രീ തോസ്റ്റൻ വെബ്ലൻ, അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. ഇൻ ഹിസ് ഡോക്ട്രിൻ ഓഫ് കൺസ്പീഷ്യസ് കൺസംഷൻ. ഹെൻസ് ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് വെബ്ലൻ എഫക്റ്റ്. ഇതിനെ വെബ്ലൻ എഫക്റ്റ് എന്നാണ് പറയുക. അതിനെ വേറൊരു പേര് പറയുന്നുണ്ട്, ഓർ ഡിസ്റ്റിങ്റ്റീവ് എഫക്റ്റ്. ഓക്കെ. അപ്പോൾ നേരത്തെ ഒരു ഗിഫൺ പാരഡോക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് വെബ്ലൻ എഫക്റ്റ് അഥവാ ഡിസ്റ്റിങ്റ്റീവ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രസ്റ്റീജിയസ് ഗുഡ്സ് ഒരു എക്സെപ്ഷനാണ് ഇതിൽ നിന്ന് പറയാൻ കാരണം. ഓക്കെ. ദെൻ ഇതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ഇതാണ് ഡിമാൻഡ് ഫോർ നെസസറീസ്. ഓക്കെ. അത് നമുക്ക് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വരും അപ്പോൾ വീഡിയോ. ഓക്കെ. ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഇൻഫീരിയർ ഗുഡ്സും ഇൻഫീരിയർ ഓർ ഗിഫൺ ഗുഡ്സും പ്രസ്റ്റീജിയസ് ഗുഡ്സും. ഓക്കെ. അപ്പോൾ ഇതൊന്ന് വായിക്കുക, ഒരു നോട്ട് മേക്കിംഗ് ചെയ്ത് വയ്ക്കുക, രണ്ട് ഇൻഫീരിയർ ഗുഡ്സും ഗിഫൺ ഗുഡ്സും. ഓക്കെ.